ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു തണ്ണിമത്തങ്ങ ജ്യൂസ് കട്ടാലോ. ജ്യൂസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു തണ്ണിമത്തങ്ങ ഷേക്ക് എന്നും പറയാൻ, നിങ്ങൾ എന്ത് വേണം, ഒരു തണ്ണിമത്തങ്ങ റെസിപ്പി. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ തണ്ണിമത്തങ്ങ കുരു ഇല്ലാതെ കളയണം, കുരു ഇല്ലാതെ എടുക്കണം കേട്ടോ. കുരു എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കണം, കാരണം കുരു ഇട്ട് അടിക്കുമ്പോഴത്തേക്കും മിക്സി വേണേ അടിച്ചു പോകും. അതുകൊണ്ട് കുരു എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ജ്യൂസറിനകത്തിട്ട് ഇങ്ങനെ നല്ലോണം എടുക്കണം. ഞാൻ ഈ ജ്യൂസറിനകത്തിട്ട് ഇങ്ങനെ കുലുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജ്യൂസർ ഓൾറെഡി അടിച്ചു പോയിരിക്കുകയാണ്. അപ്പം അത് റിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട പഞ്ചസാര ഇടാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു തേൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് തേൻ ഒഴിക്കാമെന്ന്. അങ്ങനെ തേനൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് മെയിൻ ഐറ്റമാണ് ഈ ഐസ്ക്രീം. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം, പക്ഷേ ചോക്ലേറ്റ് മാത്രം എടുക്കരുത്, നല്ല ബോറായിരിക്കും. അതുകൊണ്ട് വാനിലയോ ബട്ടർ സ്കോച്ചോ സ്ട്രോബെറിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അതെല്ലാം ഇട്ട് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ട് കുട്ടിക്കണം. സാറ് ഈ ചൂടത്ത് കുട്ടിയാൻ അടിപൊളിയാണ് ഈ തണ്ണിമത്തങ്ങയുടെ റെസിപ്പി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുവാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവരും കൊടുത്തു, അവരൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു ഗൈസ്.